ഇനി ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ഇരിക്കുന്ന ഐറ്റംസ് ഒക്കെ വെറും 15 മിനിറ്റ് കൊണ്ട് നന്ദിനി കുക്ക് ചെയ്തതാ. 15 മിനിറ്റ് കൊണ്ട്? അതെ അച്ഛാ, ഞങ്ങൾ തമ്മിലൊരു ബെറ്റ് വെച്ചു. 15 മിനിറ്റിനുള്ളിൽ ആവശ്യമുള്ള ഭക്ഷണം മുഴുവൻ ഉണ്ടാക്കി തീർക്കാന്ന് നന്ദിനി. സാധിക്കില്ലെന്ന് ഞാനും. പക്ഷേ ഇയാളങ്ങ് ഞെട്ടിച്ചു കളഞ്ഞു. അച്ഛാ, ഈ പാചകത്തിന്റെ ടെക്നിക്ക് എന്ന് പറയുന്നത് വെറും സിമ്പിളാന്നേ. ഈ വെറുതെ കുറെ പച്ചക്കറികൾ അരിഞ്ഞിട്ടിട്ട് തിളപ്പിച്ച് അങ്ങനെ ഇറക്കി വെച്ചിട്ട് കാര്യമില്ലല്ലോ. അതിനകത്ത് സ്നേഹം കൂടി മിക്സ് ചെയ്യണം. സ്നേഹം. ആ കഴിവ് നന്ദിനിക്കുണ്ട്. മോളെ രാജു, കഴിഞ്ഞ കുറെ നാളായിട്ട് ഞാനിവിടെ ഇല്ലായിരുന്നല്ലോ. അപ്പോ എന്നോട് ആരെങ്കിലും ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അത് മോളുടെ ഭക്ഷണം തന്നെ. അതാണ്. എത്ര ഹോട്ടലിൽ പോയി, എത്ര ഷെഫിനെ നേരിട്ട് കണ്ടു. പക്ഷേ ഇതുപോലൊരു ഫുഡ് അച്ഛനൊരു സ്ഥലത്തു നിന്നും കിട്ടിയിട്ടില്ല. പത്മ, തനിക്കെന്താ തോന്നുന്നേ? നിങ്ങൾ പെട്ടെന്ന് കഴിക്കും. ദാ ഇതൊന്ന് കഴുകിട്ട് വന്ന്. ശരി മാഡം. ഒരുമിച്ച് ഇറങ്ങാം. വാ 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 വാ. ഒരു സ്പെഷ്യൽ. എപ്പോഴത്തെയും പോലെ പത്മാ മേഡത്തിന് അങ്ങ് പിടിച്ചില്ല. എങ്ങോട്ടാച്ചാ അച്ഛനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നേ? എനിക്കറിയില്ലടാ. ഒന്നിച്ച് പുറത്തു പോകണമെന്ന് പറഞ്ഞു. ഞാൻ റെഡിയായി, അത്രേ ഉള്ളൂ. ഓക്കെ ഓക്കെ, അച്ഛനെ പെട്ടെന്ന് കഴിച്ചിട്ട് വയ്ക്കൂ. അച്ഛാ, എന്നാ ഈ കൺമുന്നിൽ കാണുന്ന നല്ലതിനെ ഇവർ അംഗീകരിക്കാൻ തുടങ്ങുക? എടാ, അത് എപ്പോ വേണമെങ്കിലും സംഭവിക്കട്ടെ. ആവശ്യത്തിൽ കൂടുതൽ നീ അംഗീകരിക്കുന്നുണ്ടല്ലോ, അല്ലേ മോളെ? പത്മ മാഡത്തിന്റെ മുന്നിൽ കണ്ടാൽ അംഗീകാരം കുറച്ച് കൂടുതലാ സർ. അത് വേണ്ട വേണ്ടെന്ന് ഞാൻ പറയും, പക്ഷെ കേൾക്കണ്ടേ. അതെ, താൻ ഈ വിളമ്പി വെച്ച ഭക്ഷണം കഴിക്കുന്നതേ എനിക്കൊരു ത്രില്ല്. ഓരോ പിടി ഭക്ഷണം വാരി കഴിക്കുമ്പോഴും അതിന്റെ ത്രില്ല് ഇങ്ങനെ കൂടി 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 വരും. അതുപോലെ തന്നെ പത്മാമരത്തിന്റെ മുഖം ഇങ്ങനെ വലിഞ്ഞു മുറുകുമ്പോ എനിക്ക് കിട്ടുന്ന സന്തോഷവും അതൊന്നും തനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എനിക്ക് മനസ്സിലാവും സാറേ. പത്മാ മേഡത്തിന് ദേഷ്യം വരുമ്പോ ഞാൻ സാറിന്റെ മുഖത്തോട്ട് നോക്കും. അപ്പം സാറിന്റെ മുഖത്തീന്നറിയാം സാർ എത്രമാത്രം സന്തോഷിക്കുന്നുണ്ടെന്ന്. എടാ, ഞാൻ അവസാനിപ്പിച്ചു. അമ്മ കാത്തു നിൽക്കുക. എന്തോന്നാച്ചാ, എന്തിനെങ്ങനെ പേടിക്കുന്നേ? എടാ, ഇതിന്റെ പേര് പേടിയെന്നല്ലടാ, അഡ്ജസ്റ്റ്മെന്റ്. ഒരു കുടുംബം നിലനിൽക്കാനുള്ള അഡ്ജസ്റ്റ്മെന്റ്. അത് മനസ്സിലാക്കണമെങ്കിലേ മകനായ പോരാ, അച്ഛനാവണം. നിങ്ങൾക്ക് രണ്ടുപേർക്കും കാര്യങ്ങൾ മനസ്സിലായ? എന്ത് കാര്യങ്ങള്? യതി സാറ് പറഞ്ഞു കേട്ടില്ലേ? അത് മനസ്സിലാവണമെങ്കിൽ മകനായ പോരാ,
അച്ഛനാവണോന്ന്. ഓ നിങ്ങൾക്ക് രണ്ടുപേർക്കും പെട്ടെന്നൊരു കുഞ്ഞ് ജനിക്കണമെന്നാ ആ പറഞ്ഞതിന്റെ അർത്ഥം.